ശക്തിയോടെ ആത്മാവിൻ ശക്തിയോടെ ആരാധിച്ചവോ അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചവോ ദൈവജനം രക്തം ചെത്തി ആരാധിച്ചവോ കഷ്ടതകൾ ആരാധിക്കുന്നു സമൂഹത്തോട് ചേർന്ന് മാതാവിനോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, മഹത്വം, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചവോ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. കൈകൾ ഉയർത്തി ആരാധിക്കാം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിലെ മനുഷ്യനെ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ, അതിനെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യാനുള്ള പഠനമുറകളാണ് ഉടമ്പടിയിലുള്ളത്. വൈദ്യം ശാസ്ത്രമാകുമ്പോൾ ഓരോരോ രോഗത്തിന് ഓരോരോ മരുന്നുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന വിധങ്ങളും ഡോസേജുകളും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോരോ വിഷയത്തിന് ഓരോരോ പരിഹാര മാർഗങ്ങളാണ്.
ഈ പരിഹാര മാർഗങ്ങൾ അതിൽ തന്നെ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഉടമ്പടിയിൽ വരുന്ന ഒരു വീക്ക് പോയിൻ്റ്, എല്ലാത്തിനും അതിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ ചില പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ലെന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയണത് നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് ഈ വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളൂ. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്. 50% ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വിശ്വാസ കൈമാറ്റം. എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിതിനെ മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 80% പ്രാർത്ഥനയാക്കും. കാര്യം നമ്മൾ പരിചയിച്ചത് അതാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന പോലെ ചൊല്ലുകയല്ല നമ്മൾ ചെയ്യണത്, അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അതൊരു ഫോർമുലയാണ്. മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. അവൻ പറയണ പോലെ ചെയ്യുക. അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചനം സുവിശേഷം വായിക്കുന്നതാണ്. പക്ഷെ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒത്തിരിയേറെ സൈറ്റുകളുണ്ട്. പക്ഷെ ചിലതിന് നമ്മൾ പേയ്മെൻ്റാണ്, പൈസ കൊടുത്താൽ മാത്രമേ ഫർദറായിട്ട്. ഇപ്പം നമുക്ക് ഒരു എസ്സേ, ഇപ്പം ChatGPT ഒക്കെ നമുക്കൊരു എസ്സേ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ചില പുസ്തകങ്ങളുടെ ആന്തരിക കണ്ടൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം, പൈസ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം വചനത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. വചനം വായിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓരോ വചനത്തിനും പാസ്വേഡുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടുന്നത്. My name is Akna Juice. I am from Kalambaturam Parish. I started my convent life on 30th January 2025. So my main intention, first of all, I would like to thank Mother Mary for all the blessings that she has showered upon me. She is always there with me. I feel that confidence. I feel she is the one who is guiding me always. So my main intention when I started off this was to complete successfully my master thesis. So I was starting my master thesis on February 1st, 2025, and I started my convent life on 30th Jan 2025. So it's a 6 months duration. So I really wanted to successfully complete my master thesis, also to get the job in the same company where I'm doing my master thesis, which is really a hard thing for me, as well as people those who are trying out there. So I really wanted to get there, the job. That's what my main intention. So while doing my thesis, so even for me, while beginning my thesis, I don't really know what to do, what the thing is. The topic is also completely new to me.
everything. So, but then every 2 days in a week, I have meeting with my supervisor. So I always carry the holy locket with me for the 1 hour meeting that I have with my supervisor. So whenever I carry the holy locket with me, I get the confidence, I get the things what to do for the rest of the day, rest of the 2 days that I have after the meeting. So like the 6 months, I really know Mother Mary was guiding me throughout my thesis. So like with my thesis, the next task that I had to do was to apply internally for all the positions, because it was a really hard thing. The company itself was going on a big problems. Like internally, they had to go for a freeze. They had to like throw off many people, and so much of things were happening. They had to cut down the position. So I was competing with the people, those who were working inside itself. Like, so I am a student doing my master thesis. That's the only I did my internship and thesis in that company. That's the only experience that I have, and I'm competing with the people, those who were working there for long years. So that was not a really like easy thing at all. Like that was not even imaginable for me. I was like, okay, but then I had the belief, I am in the convent life. I'm sure Mother Mary is going to give me something out here. I was praying for it. And I did not even apply outside. I was like, even though my friends, the colleagues even told me, like you should apply outside, you should not stick on to this company itself. But for me, I am sure, like I was in this life, I am like with my Mother Mary, she's helping me always. So I'm sure that was the belief that I had. So I started applying like for around like 42 applications I applied internally itself. For all the applications that I sent, I use the holy oil to bless the application, and then only I just bless it and then press submit. That's how I did it for all the application. Then for all the interviews that I attended in the company also, I used to bless myself with the holy oil. Then I used to carry the holy locket with me. Then I used to even put the salt on the seat where I'm sitting and attend my interview. So all my interviews were not bad at all. Like it all went well. But then the problem was, okay, I'm competing with the people, those who were there. So like the Workers' Council also support the people to be there, like working there itself to be the part of the company, but then not me. So, but then at the end, before what I prayed to Mother Mary was, I should not go to a job seeker visa. I should get my job while I'm in the student visa itself. So that's what I prayed for. So just before finishing my thesis on the July end, I had my last interview. So that's where my Mother Mary, so I completed all the phases of my interview, and I got that was also praying a lot with the holy locket, with the holy oil, and with the salt I attended the interview. Interviews went I was also very tensed and things. Compared to other interviews, this interview was the one I felt, okay, I did not attend very good also. But then I'm sure my Mother Mary is there with me, and I completed the things. And then I got a mail from my, I got from the meeting, I got to know that, okay, I am selected for this, but then there are a lot of things to complete before giving me a contract. So the position itself was posted in a higher level, which require a 3 to 5 year of experience in Germany itself. So I was not a person, for me, I had just my internship experience and my thesis experience. I don't have a professional work experience in Germany. So they had to the position was also posted for a higher level, and then they had to if they want to give me the position, the Workers' Council said they will reject me. I can't be given that position for that scale. So they had to repost the position for another 14 days, and I had to wait. And that time again people would apply, more number of applicants are coming. So I was all these days when they reposted, what I did was, I can see my application in the workday. I use the holy oil, and I bless that. Every day I pray and I bless that application. I could see the application in processing. I could see that written word. So I would always bless my application, and all the 14 days where I had to wait for this entire period of that reposting, I was blessing my blessing my application. And at the final day I got, okay, still there were some more wait, and then at the final day I got the mail from the hiring manager, Now all the procedures are complete, and I got it. So all these days, okay, Mother Mary was giving me the strength. She was I was praying for it, and she gave me. And then
So okay, I got the like they said I'll get the contract and things. Then again another problem that came up was like my visa. So I just have like 14 days before my student visa ends. So either I should have gone for a renewal for the student visa, which I did not go. So like it was completely a no, even by the so the company gave to an external agency to process my visa because they want it very fast. So if I don't get it before October 1, I won't be able to start my job also. So what they told, they gave it to an external agency. Even they told, ACNA, you are not going to get the visa in this correct time, but then we'll just try, that's it. So we just sent an application on September 11th, and then I got the appointment on September 12th, which is not a thing that would happen to the city where I'm living, to Mannheim. It won't happen at all, because that's a very crowded area, and we don't get an application. We don't get an appointment the very next day. I sent my application the previous day, and the next day I got an appointment call, and I went to the office for the appointment, and everything got processed. And then they told me you have to wait for, but then you will get the visa probably before this, but not sure. But still, we could try for it. So they told me, yeah, you can go back home. And then the next, like, okay, I was waiting for another 7-8 days, and then they told me, they sent me a mail. Okay, you can come and collect the visa on 30th September. That I got it on like 26th September. I got this mail after 3 days. After 3 working days, you can. So that was 30th. So if I get a visa on 30th, I will not be able to join the company on October 1. They need some more time to process everything. So, but then, I don't know, someone like Mother Mary told me, like, go ACNA, like, you just take the locket, like, go, and I just randomly went to the visa office. Just in the, because I really wanted to go and ask, like, so Mother Mary told me, go and ask them. I just randomly went to the visa office, and they told, I got a mail, you can come and collect that. So they did not even ask me the proof of the mail or something. They just asked me my name, and they gave me the visa. So like it was something that is not going to happen. Like I should really, according to the formalities and things, I should wait for 3 days. Then only I am supposed to go. It was clearly mentioned in the mail, after 3 days you should go for the visa collection. But then on the morning, like I went with the locket, with the holy locket to Mother Mary, and I asked for my visa. Like I got, like, I don't know anyone out there, just went to the office, asked them, is my visa ready? My name is this, and this is my number. And they just searched for it, and it was already there. And then at that time itself, I sent the mail to the company and things. So I was able to join on October 1. But then, like, a lot of hindrances were there, which would not be managed by any of the human. But then Mother Mary helped me in all the ways. So the holy oil, the holy salt, the locket. When locket is there with me, I always have the strength. Like I feel confident, like that Mother Mary is there with me. She's guiding me, everything. Even though hindrances come, she push it out, and like I'm able to go in a very smooth way. So right now in the situation out there is like really hard for a master student to get a job after their, like, even to think of getting job just after the student life is really hard without even entering to a job seeker. But then Mother Mary gave it to me. I know many of the students or people, those are struggling also, but then like Mother Mary had helped me. Only because of her grace, this has happened. It is not by my merit. It's only by her grace this has happened. So she has helped me a lot. And then how my life was like, I was praying to her. Like first of all, I was not a Mother Mary person at all. Like earlier also I used to pray, I used to read Bible, that all happens, but then I never used to communicate much to Mother Mary. But like when after starting my convent life, I was talking with her, I was telling her all my worries. I was telling her, Mother, I need this. I would go tell to people, if you give me this blessings, I am sure I'll tell to people. That's what I prayed for. But then, like, you know, now I am a big fan of her. Maybe I would tell, like, whatever I tell to her, she gives me. Even though if it's not the next day, she just grant me everything. She's always there with me. I feel that, like, that strength. When I have this locket with me, I feel she is there with me. Even now at the work, I feel, okay, I'm sitting somewhere, like, you know, it was just a dream when I came, like, I should be into that company or something. But then, like, she has pushed me. She is guiding me. She's pushing me to be there and things. So she's like, she's always there with me. I feel that confidence. And then regarding, so I joined Roche as a software system test engineer. So that's what I'm working right now as. And then the charity work. So every month I give a small donation to the Jesus Youth Congregation and all for some charitable things. Then
whatever, like even with colleagues or friends, those who need some help regarding any of the things, I'm like just help them out. Then even sometimes if I could visit some old age homes and all, if I could talk to some people, I just go. If sometimes they need some talk, like they need some comfort or things, and just talk with them. So in my life, however I am able to help, I just help people. Spiritually, I am like, I had a very disciplined life, like I had a very disciplined life. For like every morning and evening I pray, I read Bible, like it was like a, and I feel I am in a spiritual life. I feel that confidence, okay, I will be able to do many things. With Mother Mary, I will be able to do many things. Is that what I feel for? And I'm like, I'm able to do it with my, like with my merit, nothing. I will not be standing even here. I will not be joining that company. I will not be completing my masters. Only with my Mother Mary's grace, and only with her, like I feel she is always there with me. And yeah, and confession whenever I'm able to do, like once in 2 months, because it's for me, I am not very good with German, so I have to find an English speaking father. So whenever I'm able to do that, I do, like in whatever way I'm able to, like continue this. Like earlier it was I feel when I moved to Germany, for me, I also felt like earlier when I was back in Kerala, I was having a very good spiritual life. So but then later there, with the busy life and things, I was also missing out. Even though I really wanted to pray and all, or even I really wanted to sit, read Bible, I was not able to do that. But then after this life, I was like, I took time, I found time, and even I found happiness while reading. So many worries and things would go. When I sit relaxed and just read Bible, after that I feel a good energy. I feel very confident to do the entire day or to run for the things. So like that's how things were going for me. So right now, if I stand as an engineer in Roche, it's only by Mother Mary's grace. It's not by my merit. Nothing has worked there by merit. Whatever like other, like with my merit would like have happened, it would not have happened at all. It's only by her grace everything has happened. Once again, I thank Mother Mary, Jesus, like who is always there with me. I feel that okay, they are there with me, and I'm able to do all the things with their grace. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോളി ടോമി. ഞാൻ നീലീശ്വരം കരേറ്റമാതാ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 9-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ ഞാൻ 3-ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ 17-ാമത്തെ പ്രാവശ്യം പുതുക്കി ഉടമ്പടി. ഇപ്പോഴത്തെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു വീട് 22 വർഷമായിട്ടുള്ളൊരു വീടായിരുന്നു. അത് ഒന്ന് അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾക്കതൊന്ന് പുതുക്കി പണിയണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വഴിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ലോണൊന്നും കിട്ടില്ലായിരുന്നു, കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനെന്നും ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് പറയും, മാതാവിൻ്റെ ഉടമ്പടി ഒപ്പിട്ട് 2 മുറി പണിയാനുള്ള അനുഗ്രഹം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ലോൺ ശരിയാക്കി തന്നു. ഞങ്ങൾ ഞാൻ 2 മുറി വീടാണ് മാതാവിനോട് ചോദിച്ചത്. പക്ഷെ മാതാവ് അത് മൊത്തം മാറ്റി ഒരു കൊട്ടാരം പോലത്തെ വീട് ഞങ്ങൾക്ക് പണിത് തന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ വെഞ്ചരിപ്പ്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ ചെവിയിലൊരു ചെറിയൊരു ഇതുപോലെ കുരു പോലെ വന്നു. അത് ഭയങ്കര വേദനയായിരുന്നു എനിക്ക്, നന്നായിട്ട് പഴുത്തു. അപ്പം എനിക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ പോയി ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും മരുന്ന് ഇത് പുരട്ടാനായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഡോക്ടറെ കാണേണ്ടി വരും, ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലാതെ മാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ മടിയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും തൂക്കുമായിരുന്നു, പക്ഷേ എനിക്ക് വേദന കുറയുണ്ടായില്ല. അപ്പം അവിടെയുള്ളൊരു ചേട്ടൻ എന്നോട് പറഞ്ഞു അവരുടെ കൊച്ചിന് ഇങ്ങനെ കുരു വന്നപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പുരട്ടി. അപ്പോൾ അത്
പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞു. ഞാൻ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാനും വാങ്ങിച്ചു. എന്നിട്ട് ഞാനന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നുകൂടെ ഈ വേദന മാറിയില്ലെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഉടമ്പടി ഞാൻ ഈ മരുന്ന് പറ്റും അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ രാവിലെ ഇരിക്കുമ്പോൾ ഞാൻ ചെവിയിൽ തൊട്ട് നോക്കുമ്പം എൻ്റെ ആ വേദന പൂർണ്ണമായിട്ട് മാറി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും ആ സാധനം പൊടിഞ്ഞു പോയി, ഒരു കുഴപ്പമില്ലാതെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഒരു 30 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാനത് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുക്കേണ്ടി വരുമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴൊക്കെ ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തലവേദന വന്നേ അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ആ വേദന ശരിക്കും ഒരുപാട് കുറഞ്ഞു. ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തലവേദന വന്നാൽ പോലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വേദന മാറുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഇവിടുന്ന് പത്രം എല്ലാ മാസവും ഞങ്ങളിവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും എന്ത് പത്രം വാങ്ങിച്ച് ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്കൊരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ ഞാൻ കൊണ്ടുവച്ച് അവിടെ വരുന്നവർക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു 5 പേർക്ക് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവിടെയുള്ള ഒരു കോൺവെൻറ്റിൽ പോയി അവർക്ക് ഇടയ്ക്ക് ഭക്ഷണം അതുപോലെ ഡ്രസ്സ് ഇതൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു കൃപാസനം ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി ഞങ്ങളെല്ലാ മാസവും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഓർഫനേജുകളിലും അതുപോലെ രോഗി സന്ദർശനമൊക്കെ നടത്തി ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആദ്യമൊന്നും ഞാനങ്ങനെ ബൈബിൾ എല്ലാ ദിവസവും ഒന്നും വായിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ ചിലപ്പോൾ അതിൽ കൂടുതൽ വായിക്കും. പിന്നെ ഒരുപാട് സമയം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹവും പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് മേടിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.